നമസ്കാരം. കഴക്കൂട്ടം മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണം? അതിൽ ചില നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കടമ്പുള്ള സുരേന്ദ്രനെ ഇവിടെ ജയിക്കുള്ളൂ, അതിൽ മാറ്റമൊന്നുമില്ല. കഴക്കൂട്ടം വിജയിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കും. ഇവിടെ അടുത്തായാലും നമ്മളെ സ്കൂള് നല്ല വികസനം, പുതിയ കെട്ടിടങ്ങളെല്ലാം വന്ന് കഴക്കൂട്ടം സ്കൂള്, അതേപോലെ തന്നെ ഇവിടെ എല്ലാ സ്കൂളും, വില്ലേജ് ആയാലും വില്ലേജ് ഓഫീസ് ആയാലും കടകംപള്ളി ഉറപ്പാണ്. അതെ, കടകംപള്ളി സുരേന്ദ്രൻ എന്ന വ്യക്തി വിജയിക്കണമെന്നുള്ള പ്രതികരണങ്ങൾ പലയിടങ്ങളിലും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. കടകംപള്ളി എന്ന വ്യക്തി കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു അപരിചിതനല്ല, സുപരിചിതനാണ്. കാര്യം കഴക്കൂട്ടം എന്ന മണ്ഡലത്തിലെ ഈ നാടിനെക്കുറിച്ച് അറിയാവുന്ന, ഈ നാട്ടുകാരെ അറിയാവുന്ന, ഈ നാടിൻ്റെ സ്പന്ദനങ്ങളെ കണ്ടും കേട്ടും രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിൽ വളർന്നു വന്ന വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സവിശേഷത. ബാക്കി രണ്ടുപേരും മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഇറക്കുമതി സ്ഥാനാർത്ഥികളാണെന്നുള്ളതാണ് ഏറ്റവും വസ്തുത. നമ്മുടെ വീടുകളിൽ തന്നെ ഒരു കാര്യം ഏൽപ്പിക്കേണ്ടത് ആരെയായിരിക്കണം? നമ്മുടെ വീടുകളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള മനുഷ്യരായിരിക്കണം. എന്തുകൊണ്ട്? കാര്യം എന്താണ് നമ്മുടെ വീടിൻ്റെ കുറവുകളും എന്താണ് നമ്മുടെ വീടിന് ആവശ്യമെന്നും എന്നതിനെക്കുറിച്ചൊക്കെ അനുഭവമുള്ളവർക്ക് പെട്ടെന്ന് ആ വിഷയത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രം മതി അദ്ദേഹത്തെ വിജയിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യം. സകല മേഖലകളും ശരിയായോ എന്ന് ചോദിച്ചാൽ അത് ഈ മാജിക്കൽ വടി വെച്ചിട്ടെടുത്ത് കറക്കി എല്ലാം ഉടനടി ശരിയാക്കാൻ പറ്റുമെന്നല്ല. അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്, പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിന് പുറകിലത്തെ കഴക്കൂട്ടം എടുത്തതിന് ശേഷം ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ടൗണിൽ കൊണ്ടുവന്ന് ഒരു വ്യക്തിയെ നിർത്തിയിട്ട് ഈ കഴക്കൂട്ടത്തെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ 10 വർഷത്തിന് ശേഷം കഴക്കൂട്ടത്തേക്ക് വരുന്ന വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് ഇത് ഏത് സ്ഥലമെന്ന് തോന്നിപ്പോവും, ഒരു സംശയവും വേണ്ട. ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്താണ്? ഒരു ജനപ്രതിനിധി ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉണ്ടാകണം. ഈ നാട്ടിലെ പല പ്രാദേശികമായിട്ടുള്ള റോഡുകളെല്ലാം നവീകരിക്കപ്പെട്ടിട്ടുണ്ട്, മേൽപ്പാലം വന്നിട്ടുണ്ട്. അത് ശ്രീകാര്യത്തായിരുന്നാലും ശരി, കഴക്കൂട്ടം ജംഗ്ഷനിലാണെങ്കിലും ശരി, മേൽപ്പാലങ്ങൾ വന്നിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇവിടെ അനവധി ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്ന സന്ദർഭങ്ങളിൽ അത് കോലത്തുകര ക്ഷേത്രമായിക്കോട്ടെ, കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ മണ്ഡലത്തിനകത്ത് ഉൾപ്പെടുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അവിടങ്ങളിൽ എല്ലാത്തിലും കടകംപള്ളി സുരേന്ദ്രന് കഴിയാവുന്ന തരത്തിൽ അവിടെ രാഷ്ട്രീയം നോക്കാതെയും വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ അപ്പുറം എന്താണ് ഒരു മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം പ്രാഥമികമായി വേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പോക്കറ്റ് കീറുന്ന 2 കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഒന്ന് വിദ്യാഭ്യാസവും മറ്റൊന്ന് ആരോഗ്യ മേഖലയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ഇടപെടൽ ഫലം കണ്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നവർക്ക് കഴക്കൂട്ടം സ്കൂള്, ചാവടിമുക്ക് സ്കൂൾ അഥവാ ശ്രീകാര്യം സ്കൂളിലേക്കൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്വകാര്യ സ്കൂളുകളെക്കാൾ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങൾ അവിടെ പടുത്തുയർത്ത് കഴിഞ്ഞു. അതിന് 10 കോടി രൂപ ചെലവഴിച്ചാണ് ഈ ചാവടിമുക്ക് സ്കൂൾ നവീകരിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ കഴക്കൂട്ടം സ്കൂളൊക്കെ ചോർന്നൊലിക്കുന്ന സ്കൂളുകളാണ്. ഈ ദൃശ്യം നോക്കിയേ. 10 വർഷത്തിന് മുന്നേ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിച്ചിരുന്നത് ഈ അവസ്ഥയിൽ ഉണ്ടായിരുന്ന സ്കൂളാണ്. അത്തരം സ്കൂളുകളിലല്ല ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളും ആധുനിക നിലവാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകൾ നവീകരിക്കപ്പെട്ടു. നിങ്ങൾ ഏത് സർക്കാർ മേഖലയിലെ സ്കൂളിൽ പോയി നോക്കിയാലും ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളും ഡിജിറ്റൽ ക്ലാസ് മുറികളും ഉൾപ്പെടുത്തിക്കൊണ്ടും അത്യാധുനിക ലാബ് സൗകര്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടും അവിടുത്തെ വിദ്യാഭ്യാസം ഇവിടുത്തെ സ്വകാര്യ സ്കൂളുകളെക്കാൾ ഏറ്റവും മികവുറ്റതാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ജനപ്രതിനിധി ചെയ്ത പ്രവർത്തനമല്ലേ? ആ പ്രവർത്തനങ്ങളെയല്ലേ നമ്മൾ നോക്കിക്കണ്ട് വിലയിരുത്തേണ്ടത്? അതും പോരാഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കാശ് സ്വകാര്യ ആശുപത്രിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് പോയി കഴിഞ്ഞാൽ പോക്കറ്റ് കീറുന്ന റേറ്റ് ആണുള്ളത്. അങ്ങനെയുള്ള ഇടത്ത് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാങ്ങപ്പാറ എന്ന പ്രദേശത്ത് ഇവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ടായിരുന്നു. ആ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഒരു 10 വർഷം പിന്നിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓടിട്ട കെട്ടിടവും ചെറിയ ബിൽഡിങ്ങുമായിരുന്നു. ഇന്ന് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെ ഡോക്ടർമാർ അവൈലബിൾ ആണ്. അതൊരു ഇൻ്റഗ്രേറ്റഡ് ആശുപത്രിയാക്കി മാറ്റാനായിട്ടും കേരളത്തിലെ തന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആശുപത്രിയാക്കി പാങ്ങപ്പാറ ഹെൽത്ത് സെൻ്ററിനെ ഉയർത്താൻ കഴിഞ്ഞതെന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യരുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു മികച്ച ഇടപെടലല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ?
ആണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെയെല്ലാം മറയ്ക്കാൻ വേണ്ടി ഇല്ലാത്ത വിവാദങ്ങൾ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിലുള്ളവരുടെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിലൂടെ വ്യാജ കഥകൾ ഉണ്ടാക്കുക. ദേവസ്വം മന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്ക് ദേവസ്വം ബോർഡിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരിക്കലും ഇടപെടാൻ കഴിയില്ല. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ മാത്രം കഴിയുന്ന, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ പോലും ഇടപെടാൻ കഴിയാത്ത ഒരു മന്ത്രിയെ അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അദ്ദേഹം ഭരിച്ച കാലഘട്ടത്തിൽ നടന്നതുകൊണ്ട് ഈ നാട്ടിൽ എല്ലാ മേഖലയും ആയിക്കോട്ടെ, ഏത് മേഖലയായിരുന്നു അവിടെ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കൊള്ളത്തരങ്ങൾ, ഇപ്പോ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തി ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ എത്ര കോഴ ആരോപണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നു. അതല്ല ആരുടെ കഴിവുകേടുകൾ. ഇപ്പോ അദാനിയും അംബാനിയുമായി ബന്ധപ്പെട്ട് എത്ര വിവാദങ്ങൾ ഉയർന്നു വന്നതാണ്. ചില ഉദ്യോഗസ്ഥർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അതിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ വലിച്ചിഴച്ച് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അധികാര കസേരകളിലേക്കൊക്കെ വരാൻ മാധ്യമങ്ങളിലൂടെ കഥകൾ മെനയുക. അതിന് കേരളത്തിലെ സംഘപരിവാർ സ്വാധീനമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ നിരവധി ഉള്ളതുകൊണ്ടും അവരാൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആൾക്കാരായതുകൊണ്ട് നിരവധി പേർ അത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിൽ ഇല്ലാത്തൊരു കഥയിൽ ഒരാളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴക്കൂട്ടം മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിശ്വാസങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ, അവിടെ വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്ന് മാത്രം ഇവിടുത്തെ വിശ്വാസ സമൂഹം പരിശോധിച്ചാൽ അതിനെല്ലാത്തിനും ഉത്തരം കിട്ടും. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ചെയ്തതിന്റെ പരിണിത ഫലം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം കഴക്കൂട്ടം മണ്ഡലത്തിൽ വന്ന് നോക്കുന്നവർക്കെല്ലാം കൃത്യമായി ബോധ്യപ്പെടും. വ്യക്തിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രകടനം അത് മികവുറ്റതായിരുന്നതിനെ മറികടക്കാൻ വേണ്ടി വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാക്കുക, ഒരാൾ അധികാര കസേരയിൽ ഇരുന്ന സന്ദർഭത്തിൽ ചിലർ ചെയ്ത കൊള്ളത്തരങ്ങൾ അതിൽ നടപടിയെടുത്തോ എന്ന് മാത്രമാണ് നോക്കാനുള്ളത്. ആ കൊള്ളപ്രവർത്തനങ്ങളിൽ അധികാര കസേരയിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടത്തി വരുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമെന്നോണം അദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴച്ച് അദ്ദേഹത്തെ അതിൽ ചെയ്യാത്ത പ്രവൃത്തിയിൽ പങ്കുണ്ട് എന്ന് വരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് നേരത്തെ ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ എപ്പോഴും വെളിപ്പുറത്തുള്ള ഈ മണ്ഡലത്തിനകത്ത് തന്നെയുള്ള ഈ നാട്ടിലെ മനുഷ്യരെയെല്ലാം വ്യക്തിപരമായി അറിയാവുന്ന ഈ നാടിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന അദ്ദേഹം ഈ നാട്ടിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം നോക്കിയാൽ മതി. നിരവധി കലാലയങ്ങളുണ്ട്, ടെക്നോ പാർക്കുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഒരു 10 വർഷത്തിനിടയിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നു. കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ആരും പറയുന്നില്ല, ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ചില പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുമുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഭൂരിപക്ഷം ചെയ്തതെല്ലാം ഒരു ചെറിയ പ്രശ്നത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് റദ്ദാക്കി കളയാൻ പറ്റില്ല. അതുകൊണ്ട് കടകംപള്ളി തന്നെയാണ് കഴക്കൂട്ടത്തെ അർഹിക്കുന്നത്. അദ്ദേഹം വിജയിക്കേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ്. വാഗ്ധോരണികളാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മാധുര്യമുള്ള വാക്കുകളിലൂടെ പല പ്രലോഭനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ പോക്കറ്റിലാക്കാനും നിങ്ങളെ കുഴിയിൽ ചാടിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അധികാരം കിട്ടിയ സന്ദർഭങ്ങളിൽ ഈ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാതിരുന്ന വ്യക്തി, അതായത് വി മുരളീധരൻ നേരത്തെയും മത്സരിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും വെച്ചതിന് ശേഷം ഈ നാട്ടിൽ വന്നിട്ട് മറ്റൊരു ജനപ്രതിനിധിയെ കുറ്റം പറയാനായിട്ട് തയ്യാറായാൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. അധികാരം കിട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കണ്ടായിരുന്നു. ഇപ്പോ സ്വന്തം കാര്യം കാണേണ്ട അവസരം വരുമ്പോൾ ഞാൻ ഇവിടെ വികസനത്തിന്റെ മഴ പെയ്യിക്കുമെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ എല്ലാത്തിനും ഉത്തരം കിട്ടുമെന്ന് മാത്രമേ പറയാനുള്ളൂ.